ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഒരു സോയാ ബോൾ മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിനാവശ്യമായത് സോയ ആദ്യം നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യണം. എന്നിട്ട് ഇത് നല്ല വൃത്തിക്ക് 3-4 തവണ കഴുകിയെടുക്കണം. ഇതിപ്പം ഞാൻ തിളപ്പിക്കാൻ വെച്ചു. ഈ സോയ നല്ലത് കണക്ക് വെള്ളം ഒഴിച്ച് മാറി 2-3 തവണയായിട്ട് നല്ല വൃത്തിക്ക് കഴുകി എടുക്കണം. ഇത് വേകുമ്പോൾ ഒരു ഈ സോയ നല്ലത് കണക്ക് വെള്ളം ഒഴിച്ച് എടുക്കണം. അപ്പോൾ ഇത് കഴുകി മസാല പുരട്ടുന്ന കാണിച്ചു തരാം. സോയാ ബോൾ നല്ല കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് പുരട്ടി വെക്കണം. അതിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല ഇപ്പോൾ ചേർത്ത് ഈ സോയാ ബോളും കൂടെ ഇട്ട് നന്നായിട്ട് പുരട്ടണം. ഞാൻ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. നല്ലോണം പുരട്ടി ഈ മുളകിൻ്റെ ടേസ്റ്റൊക്കെ അതിലോട്ട് മുളകും മീൻ പുരട്ടത്തില്ലേ അതേമാതിരിക്ക് പുരട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. സോയ പുരട്ടി വെച്ചിട്ട് ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം. അതിനാവശ്യമായ സാധനങ്ങൾ: സവോള, കറിവേപ്പില, ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ തേങ്ങാക്കൊത്ത്, ഇത് പെരിഞ്ചീരകവും കുരുമുളകും വറുത്ത് പൊടിച്ച് ചേർക്കാനുള്ളതാണ്. ഇതിലേക്ക് കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കണം. അപ്പോൾ ഇത് ചെയ്ത് തുടങ്ങാം. ആദ്യം തേങ്ങാക്കൊത്ത് എണ്ണയിലേക്ക് ഇടണം. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇടണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട്. ആ എണ്ണയിൽ അതിന് നന്നായിട്ട് കിടന്ന് മുഴിയുമ്പോൾ ആ സ്മെല്ല് ആ എണ്ണയിൽ നല്ല ഉണക്കാവും. അതിൻ്റെ മൂത്ത മണം വന്നു തുടങ്ങുന്ന നമുക്ക് സവോള ചേർക്കാം. ഇഞ്ചിയും വെളുത്തും മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സവോള ചേർക്കാം. സവോള നന്നായിട്ടൊന്ന് വാടണേ. ഇത് ചെറുതായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഇത് ഇനി ആ സോയാ ബോൾ ഉണങ്ങി എടുക്കുന്നത് വരെ ആകുമ്പോഴത്തേക്കും ഇത് പാകമായിക്കോളും. അപ്പോഴത്തേക്കും പൊടികളിട്ട് നന്നായി പൊടികളുടെ പച്ചച്ചവ് മാറി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് സോയാ ബോൾ ഇടാം. സോയാ ബോൾ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ചെറുതീയിലിട്ട് ഇത് നല്ല ഉണങ്ങി വരണം. അത്രയും നേരം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പരുവം കഴിഞ്ഞ് ഞാനിനി നിങ്ങളെ കാണിച്ചു തരാം. കുറച്ച് നേരം ചെറു തീയിലിടണം. ആദ്യം ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ തീ കുറച്ച് ഇളക്കി കൊടുത്ത് ഇത് ഫ്രൈ ആക്കി എടുക്കണം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഈ പരുവായിട്ടുള്ളൂ. ഇതിൽ നിന്ന് വെള്ളമൊക്കെ വന്ന് അതെല്ലാം ഇനി ഡ്രൈ ആകണം. അപ്പോൾ വീണ്ടും നമുക്ക് ചെറുതീ തന്നെ കിടക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും. സോയാ ബോൾ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പെരിഞ്ചീരകവും കുരുമുളകും പൊടിച്ചതും ചേർത്ത് അല്പം ഗരം മസാലയും കൂടെ തൂക്കിക്കൊടുത്ത നമ്മുടെ സോയാ ബോൾ ഇവിടെ ഓണസദ്യയുടെ മസാലക്കൂട്ട് കറിയായ സോയാ ബോൾ ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം നമ്മുടെ സോയാ ബോൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നാളെ അടുത്തൊരു വീഡിയോ ആയി കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സി യു.